ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്നൊരു പനീർ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മല്ലിയുടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പാലക്കാണ് മെയിൻ. അപ്പം നമ്മുടെ പാലക്ക് നന്നായിട്ട് ചൂടുവെള്ളത്തിൽ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പനീർ. അപ്പോൾ എല്ലാവർക്കും അറിയാൻ മനസ്സിലായി എന്ന് വിചാരിക്കണം. നമ്മളിന്ന് പാലക് പനീറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പനീർ നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പം നന്നായി തിളച്ച് വെന്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് നമ്മളെടുത്ത് ഊറ്റി വയ്ക്കണം. അപ്പോൾ ചൂടായ പാൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ ഒലീവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു, അതാണ് കേട്ടോ, അതുകൊണ്ടാണ് ആ കളറ്. പിന്നെ നമ്മളതിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ തന്നെ അത് നന്നായിട്ട് വഴൻ്റെ സമയത്ത് അതിലേക്ക് തക്കാളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ ഓൾറെഡി ഒന്ന് വഴറ്റിട്ടുണ്ട്, പക്ഷെ തക്കാളി ഇട്ടു. തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം. അപ്പോൾ ഇതൊക്കെ നന്നായി വഴൻ്റെ സമയത്ത് നമ്മളിതിലേക്ക് പാലക്ക് അരിഞ്ഞു വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ചെറുതായിട്ട് പാലക്ക് നമ്മൾ അരിഞ്ഞു, അതുപോലെ തന്നെ മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരിഞ്ഞ പാലക്ക് അതിലേക്ക് ചേർത്തു. അതിനുശേഷം നമ്മൾ അതിലേക്ക് മല്ലിയില അരിഞ്ഞത് കൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യണം. അപ്പം നന്നായിട്ട് അതായത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളിയൊക്കെ നമ്മൾ ഓൾറെഡി വഴറ്റിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതും ഈ പാലക്കും അതുപോലെ തന്നെ മല്ലിയില എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുക്കണം. പാലക്ക് നമ്മൾ വേവിക്കണം ആവിയിൽ. അപ്പോൾ മീൻസ് അടച്ച് വെച്ചിട്ട് വേണം അത് നമ്മൾ വേവിച്ചെടുക്കാൻ. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എല്ലാം കൂടി ഒന്ന് മിക്സ് ആവണം. അപ്പോൾ അത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്, എല്ലാം ഒരുമിച്ചായിട്ടുണ്ട്. അപ്പോൾ അത് നട്ട് നമ്മളൊന്ന് അടച്ച് വെച്ചിട്ടാണ് നമ്മൾ കേട്ടോ, അടച്ച് വെച്ചിട്ട് വേണം വേവിക്കാൻ. അതിൽ വെള്ളമൊന്നും നമ്മൾ ഒഴിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് വഴറ്റണം. നമ്മളിതിൽ ഉപ്പൊന്നും നമ്മൾ ചേർത്തിട്ടില്ല, അതൊക്കെ നമ്മൾ ഗ്രേവിയിലാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കുക. പിന്നെ ഇത് നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം നമ്മളിതിൽ അരച്ചെടുക്കണം. നമ്മൾ വഴറ്റിയെടുത്ത് ഇതൊക്കെ അരച്ചെടുക്കണം. അപ്പം വേദുട്ടിന് ഭയങ്കര ഇഷ്ടമാണ് മിക്സി അരയ്ക്കാൻ. വേദുട്ടിന് അച്ഛമ്മയുടെ കൂടെ മിക്സി അരയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ വഴറ്റിയെടുത്ത പാലക്ക്, മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, ഉള്ളി എല്ലാം കൂടിയിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഇത് അരപ്പ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് അരയ്ക്കണം. അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഫോമിൽ വേണം, ഈ ഫോമിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ഇതിൽ അരച്ചെടുക്കുക. എന്നിട്ട് ചൂടായ പാനിലേക്ക് നമ്മൾ 1 സ്പൂണ് നമ്മുടെ കോക്കനട്ട് ഓയിലാണ് കേട്ടോ, വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. പിന്നെ 1 സ്പൂണ് നെയ്യും കൂടി ചേർത്തു. പിന്നെ സ്വാഭാവികമായിട്ട് നമ്മുടെ സ്പൈസസ്, അതായത് കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക എല്ലാം ചേർത്ത് ഒന്ന് നന്നായിട്ട് ചൂടാക്കുക. പിന്നെ നമ്മുടെ ബേ ലീഫ്, അതുപോലെ തന്നെ ജീരകം എല്ലാം ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അത് വഴണ്ടി വരുന്ന സമയത്ത് നമ്മൾ മസാലകൾ എന്ന് പറയാൻ ഒന്നുമില്ല. നമ്മുടെ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, 1 നുള്ള് മല്ലിപ്പൊടി, പിന്നെ ജീരകപ്പൊടി, പിന്നെ നമ്മൾ അരച്ചെടുത്ത അരപ്പും കൂടി അതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. പിന്നെ നമ്മളതിലേക്ക് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ ഇത് ഒന്ന് ചൂടായി. അപ്പോൾ അതിലേക്ക് നമ്മൾ ഉപ്പ് ഇതുവരെ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മളിവിടെ വെവിച്ചെടുത്ത് മാറ്റി വെച്ച പനീർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മളിത് നമ്മുടെ മസാലയിലേക്ക് ചേർക്കണം. അപ്പോൾ നമ്മൾ പനീർ നന്നായി തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവരും കണ്ടതാണ്. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ഓരോന്നായിട്ട് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രേവി ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ആ സമയത്താണ് നമ്മൾ പനീർ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് ഓരോന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. പനീർ ഇനി വേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി നമ്മൾ ബോയിൽ ചെയ്തതാണ്. അപ്പോൾ ഇനി നമ്മുടെ ഗ്രേവി ഒന്ന് തിളച്ച് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട് തോന്നി. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഉപ്പ് ഇട്ടിട്ടോ, ഉപ്പ് ആഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ നമ്മളിങ്ങനെ ഇത് നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ. അപ്പോൾ ഇത് നന്നായി തിളച്ച് കഴിഞ്ഞ് നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഓക്കെ, അപ്പോൾ നമ്മൾ കസ്തൂരി മേത്തിയാണ് ഇടേണ്ടത്, പക്ഷേ അത് ഇല്ല നമ്മുടെ കയ്യിൽ. അതിന് പകരം നമ്മളിവിടെ ഉലുവപ്പൊടിയാണ് കേട്ടോ ചേർത്തത്. അപ്പോൾ ദേ നമ്മുടെ കറി റെഡിയായിട്ട് ഉണ്ട്. നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ദേ കണ്ട നന്നായി തിളച്ചു. അപ്പോൾ നമ്മുടെ ഗ്രേവി റെഡിയായി. അപ്പം നമ്മുടെ പാലക് പനീർ, പിന്നെ നമ്മൾ ലാസ്റ്റ് നമ്മളൊരു സ്പൂണ് നെയ്യ് കൂടി ചേർത്തു കേട്ടോ. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്പൂണ് നെയ്യ് കൂടി ചേർത്തു. അപ്പോൾ നമ്മുടെ പാലക് പനീർ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ചപ്പാത്തിയുടെ കൂടെയാണ് കേട്ടോ കഴിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു.